പണ്ട് ഈജിപ്ത് എങ്ങനെയാണോ അറബ് ഇസ്രായേലി സംഘർഷത്തിൽ ഇടപെടുകയും അറബ് രാജ്യങ്ങളിലെ ഒരു മുന്നണി ഇസ്രായേലിനെതിരായിട്ട് നയിച്ചത്, സമാനമായ രീതിയിൽ ഇറാൻ ഒരു ഇസ്രായേൽ വിരുദ്ധ മുന്നണിയെ നയിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ശാസ്ത്രീയമായി അവർക്ക് നടപ്പാക്കാൻ സാധിച്ചതിന് പിന്നിൽ ഇറാൻ്റെ ബുദ്ധിയുണ്ട്, ഇറാൻ്റെ പരിശീലനമുണ്ട്, ഇറാൻ്റെ ആയുധങ്ങളുണ്ട്. ഈ യുദ്ധരംഗത്തേക്ക് അമേരിക്ക നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ സ്ഥിതി മാറും. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പശ്ചിമേഷ്യയിലെ വലിയ സംഘർഷ സാധ്യതയെക്കുറിച്ചാണ്. ഗസയിൽ ഇസ്രായേൽ ആരംഭിച്ച നരമേധം ഏതാണ്ട് 6 മാസമായിരിക്കുന്നു. 34,000-ഓളം മനുഷ്യജീവനുകൾ അവിടെ നഷ്ടപ്പെട്ടു. അതിൽ തന്നെ ഏതാണ്ട് 10,000-ത്തിലധികം കുട്ടികളാണ്. കാണാതായ ആളുകളിൽ എത്ര പേർ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ പെട്ട് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. അതിൻ്റെ കണക്ക് വന്നാൽ ഒരുപക്ഷെ മരണസംഖ്യ വലിയ തോതിൽ കൂടാനിടയുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടയിലാണ് ഈ ഗസയിലെ ഇസ്രായേലിൻ്റെ അധിനിവേശം തുടങ്ങുമ്പോൾ തന്നെ അവിടെ പശ്ചിമേഷ്യയിൽ ആകെ സംഘർഷ സാധ്യത നിലനിന്നിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് നേരിട്ടുള്ള ഒരു ആക്രമണം ഇസ്രായേലിന് നേർക്കുണ്ടാകുന്നത്. നേരിട്ടുള്ള ആക്രമണം എന്ന് പറയുമ്പോൾ ഇറാൻ പെട്ടെന്ന് അങ്ങോട്ട് ആക്രമിക്കുകയല്ല ചെയ്തത്. ഇറാൻ്റെ ഡമാസ്കസിലെ അവരുടെ എംബസിക്ക് നേർക്ക് ഇസ്രായേൽ വ്യോമ ആക്രമണം ഉണ്ടാവുകയും അവരുടെ ഒരു മുതിർന്ന കമാൻഡർ മുഹമ്മദ് റേസ സഹാദി അദ്ദേഹം കൊല്ലപ്പെടുകയും കൂടെ ഉണ്ടായിരുന്ന ഒരു ജനറൽ മരിക്കുകയും മറ്റ് 4 ഇറാൻ പൗരന്മാർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടർച്ചയിലാണ് ഇറാനിൽ നിന്ന് വലിയൊരു ആക്രമണം ഉണ്ടാകുന്നത്. ആക്രമണത്തിൽ വലിയ നാശനഷ്ടമൊന്നും ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതൊരു സംഘർഷമായി രൂപപ്പെട്ടിരിക്കുന്നു. തിരിച്ചടിക്ക് ശ്രമിക്കും എന്ന് ഇസ്രായേൽ പറയുന്നു. അപ്പോൾ ഈ സാഹചര്യം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇത്തരമൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൽ ഇസ്രായേലിനുള്ള പങ്കെത്രയായിരുന്നു? ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം മുഴുവൻ ഇറാനെതിരെ രംഗത്ത് വരുമ്പോൾ ഈ കാലയളവിനിടെ കഴിഞ്ഞ 6 മാസമായി ഗസയിൽ നടത്തിയ നരമേധത്തിൽ ഇസ്രായേലിനെതിരെ ശബ്ദിക്കാത്തവർ പോലും ഇറാൻ വലിയ അഗ്രഷൻ കാണിച്ചിരിക്കുന്നു എന്ന് കുറ്റപ്പെടുത്തുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കൊപ്പമുള്ളത് വിദേശകാര്യ വിദഗ്ധൻ കൂടിയായ ഡോക്ടർ PJ വിൻസെൻ്റാണ്. നമ്മളിത് പറയുമ്പോൾ ഇറാൻ വലിയ അഗ്രഷനാണ് നടത്തിയിരിക്കുന്നത് എന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ അമേരിക്ക കുറ്റപ്പെടുത്തുന്നു, ബ്രിട്ടൻ കുറ്റപ്പെടുത്തുന്നു, ചെക്കോസ്ലോവാക്യ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ വലിയ തോതിലുള്ള കുറ്റപ്പെടുത്തലുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇറാനെ ദീർഘനാളായി ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു വസ്തുത മുന്നിൽ നിൽക്കുകയാണ് നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഇത് ഇസ്രായേലിന് കിട്ടിയൊരടി, ഇസ്രായേൽ പ്രതീക്ഷിക്കാത്തൊരടി എന്ന് നമ്മളിതിനെ കാണണം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധ സമുച്ചയത്തിനകത്താണ് ഈ വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസിനെ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവിടെ 3 പ്രധാനപ്പെട്ട വൻ ശക്തികൾ, അമേരിക്ക, റഷ്യ, ചൈന, 3 പേരുടെയും താല്പര്യങ്ങൾ അവിടെയുണ്ട്. 4ാമത് ഇന്ത്യയെ കൂടി ആ ഗണത്തിൽ പെടുത്താവുന്നതാണ്. കാരണം ആ മേഖലയിലുള്ള ഇന്ത്യൻ താല്പര്യവും വിവിധ രാജ്യങ്ങളിൽ ഭാരതം ചെലുത്തുന്ന സ്വാധീനവും ഒക്കെ കണക്കാക്കുമ്പോൾ ഒരു വൻശക്തി എന്ന നിലയിൽ തന്നെ പശ്ചിമേഷ്യൻ വിഷയത്തിൽ ഇടപെടാവുന്ന ശേഷി ഇന്ത്യയും കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വൻശക്തികളുടെ താല്പര്യങ്ങളുമായി നേരിട്ടും അല്ലാതെയും ബന്ധപ്പെട്ടിട്ടാണ് അവിടെയുള്ള ഓരോ സംഘർഷങ്ങളും അരങ്ങേറുന്നത്. ഇതൊരു ഇസ്രായേൽ ഇറാൻ സംഘർഷം യഥാർത്ഥത്തിൽ ഒക്ടോബർ 7 തുടങ്ങിയിട്ടുള്ള ഹമാസിൻ്റെ ആക്രമണം, അതിനോടുള്ള ഇസ്രായേലിൻ്റെ അതിര് കവിഞ്ഞ പ്രതികരണം, ഇതിൻ്റെ എല്ലാം പിന്നിൽ അദൃശ്യ ശക്തിയായിട്ട് ഇറാനുണ്ട്. കാരണം 1973 അറബ് ഇസ്രായേലി സംഘർഷം അവസാനിക്കുന്നത്. അറബ് രാജ്യങ്ങൾ ഒരു കൂട്ടമായി, ഒരു ഫ്രണ്ടായി ഇസ്രായേലിനെ ആക്രമിക്കുന്നു എന്ന സാഹചര്യം അവസാനമായി ഉണ്ടാകുന്നത് 1973 അറബ് ഇസ്രായേലി സംഘർഷമാണ്. അതിന് നായകത്വം വഹിച്ച രാജ്യം ഈജിപ്താണ്. 48 യുദ്ധം, 67 സിക്സ് ഡേ വാർ, 1973 യുദ്ധം, അതിൻ്റെ ഇടയ്ക്ക് 1956 സൂയസ് ക്രൈസിസ് ഉണ്ടാകുന്നുണ്ട്. അതിൽ പക്ഷേ ഫ്രഞ്ച് ബ്രിട്ടീഷ് സൈന്യം ഈജിപ്തിനെ ആക്രമിക്കുകയും അതിലേക്ക് ഇസ്രായേൽ ചേരുകയും ചെയ്ത ഒരു സംഘർഷമായിരുന്നത്. അപ്പോൾ ഈ 4 സംഘർഷങ്ങൾ എടുത്താലും അതിൽ 4ലും നെടുനായകത്വം വഹിച്ചത് ഈജിപ്താണ്. എന്നാൽ ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഹെൻറി കിസിഞ്ചറുടെ അസാമാന്യമായ നയതന്ത്ര വൈദഗ്ധ്യം, അത് നയതന്ത്രത്തെയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെ നമുക്ക്
വേറൊരു അർത്ഥത്തിൽ കാണിക്കേണ്ടതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഷട്ടിൽ ഡിപ്ലോമസി വിജയം കണ്ടു. 1978 സെപ്പറേറ്റ് പീസ് വിത്ത് ഇസ്രായേൽ. അറബ് രാജ്യങ്ങളെല്ലാം ഇസ്രായേൽ വിരുദ്ധ നിലപാടെടുക്കുമ്പോൾ ഈജിപ്ത് മാത്രം ഇസ്രായേലുമായി പ്രത്യേകം ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ച് ഇസ്രായേലുമായിട്ടുള്ള സംഘർഷത്തിൽ നിന്ന് പിന്മാറി. അതിനുശേഷം പിന്നെ ഏകപക്ഷീയമായ ഇസ്രായേൽ ആക്രമണം മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. 82 ബെയ്റൂത്ത് ആക്രമണം, പിന്നെ 2008 2012 2014 ഇപ്പോഴത്തെ ഗസ യുദ്ധം, ഇതെല്ലാം ഏകപക്ഷീയമായ ഇസ്രായേൽ ആക്രമണങ്ങളാണ്. എന്നാൽ ഇപ്പോൾ ഒരു സ്ഥിതി മാറിയത്, ഇറാൻ എന്ന രാജ്യം നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും ഇസ്രായേലുമായി സംഘർഷത്തിലേർപ്പെടുകയും ചെയ്യുന്നു എന്നത് സ്ഥിതി മാറി. പണ്ട് ഈജിപ്ത് എങ്ങനെയാണോ അറബ് ഇസ്രായേലി സംഘർഷത്തിൽ ഇടപെടുകയും അറബ് രാജ്യങ്ങളുടെ ഒരു മുന്നണി ഇസ്രായേലിനെതിരായിട്ട് നയിച്ചത്, സമാനമായ രീതിയിൽ ഇറാൻ ഒരു ഇസ്രായേൽ വിരുദ്ധ മുന്നണിയെ നയിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി യഥാർത്ഥത്തിൽ ഇറാൻ തന്നെയാണ് ഈ ഫ്രണ്ടിനെ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷേ ഇറാൻ പിന്നിലാണ്, അതൊരിക്കലും മുൻനിരയിലുണ്ടായിരുന്നില്ല. ഇറാൻ്റെ പ്രോക്സീസ്, ഇറാൻ്റെ സഖ്യശക്തികൾ, ഇവർ നിരന്തരമായി ഇസ്രായേലുമായി സംഘർഷത്തിലേർപ്പെടുന്നു. ഇപ്പോൾ ഒക്ടോബർ 7 ഹമാസിൻ്റെ ആക്രമണം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ശാസ്ത്രീയമായി അവർക്ക് നടപ്പാക്കാൻ സാധിച്ചതിന് പിന്നിൽ ഇറാൻ്റെ ബുദ്ധിയുണ്ട്, ഇറാൻ്റെ പരിശീലനമുണ്ട്, ഇറാൻ്റെ ആയുധങ്ങളുണ്ട്. അത് മാത്രമല്ല, ആ മേഖലയിൽ ഏറ്റവും ശക്തമായ മിലീഷ്യകളിലൊന്നാണ് ഹിസ്ബുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമാണ്. ഹിസ്ബുള്ളയ്ക്ക് പരിശീലനം കൊടുക്കുന്നതൊക്കെ ഈ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന് പറയുന്ന ഒരു എലൈറ്റ് മിലിറ്ററി വിങ്ങാണ്. 1979 ഇറാനിയൻ വിപ്ലവത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു സൈനിക ദളമാണത്, ഈ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. അവരാണ് ഈ രാജ്യങ്ങളിലെല്ലാം ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ ഹമാസ്, ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ്, അവർക്ക് നേരിട്ട് ബന്ധമുള്ളത് ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദുമായിട്ടാണ്. ഹമാസിന് എല്ലാവിധ പിന്തുണയും അവർ നൽകുന്നുണ്ട്. ഹിസ്ബുള്ള അവർക്ക് വേണ്ടി നേരിട്ട് പ്രവർത്തിക്കുന്ന ഒരു സായുധ സംഘമാണ്. അതുപോലെ ഹൂത്തികൾ ഇറാൻ്റെ പ്രോക്സീസാണ്, ഇറാന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ആളുകളാണ്. ഇതോടൊപ്പം രാജ്യങ്ങൾ എന്ന നിലയിൽ എടുക്കുകയാണെങ്കിൽ ഇറാഖും സിറിയയും ഇറാനൊപ്പമാണ്. അപ്പോൾ ഒരർത്ഥത്തിൽ 5 രാജ്യങ്ങൾ ആണ്. ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ സാങ്കേതികമായി അത് 5 രാജ്യങ്ങളുടെ ഒരു കൂട്ടമാണ്. ഈ 5 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഇറാനുണ്ട്, സിറിയ ഉണ്ട്, ഇറാഖ്, ലെബനൻ, യമൻ എന്ന്. ഇതിൽ യമനിൽ നിന്ന് ഹൂത്തികൾ, ലെബനിൽ നിന്ന് ഹിസ്ബുള്ള. മറ്റ് 3 രാജ്യങ്ങളിലെയും സൈന്യം ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും ആ രാജ്യത്തിൽ നിന്നുകൊണ്ട് അവിടെ പ്രവർത്തിക്കുന്ന മിലീഷ്യ, അവിടുത്തെ മിലീഷ്യയും സൈന്യവും തമ്മിൽ പോലും വ്യതിരിച്ച് അറിയാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. ആ മിലീഷ്യകൾ ഈ അറ്റാക്കിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കാണുന്നത് 1973 ശേഷം ഇറാൻ്റെ നേതൃത്വത്തിൽ രാജ്യങ്ങളുടെ ഒരു മുന്നണി ഫലസ്തീൻ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ അർത്ഥത്തിൽ അതിനൊരു സിംബോളിക് എഫക്റ്റ് ഉണ്ട്. പിന്നെ ഈ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന നിലയ്ക്ക് നിലവിലുള്ള ശാക്തിക ബലബലത്തിൽ ഒരു മാറ്റവും ഇത് വരുത്തില്ല. ഇപ്പം താങ്കൾ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. 2 ജനറൽമാരടക്കം 7 പേര് കൊല ചെയ്യപ്പെടുകയും സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലുള്ള അവരുടെ കോൺസുലേറ്റാണ് അറ്റാക്ക്. ഒരു രാജ്യത്തിൻ്റെ കോൺസുലേറ്റ് എന്ന് പറയുന്നത് ആ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കോൺസുലേറ്റ് അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ അറ്റാക്ക് ചെയ്യുന്നതിന് തുല്യമാണ്. അങ്ങനെ ഒരു അക്രമം നടക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരായി ഒരു റെസ്പോൺസ് കൊണ്ടുവന്നില്ല എങ്കിൽ ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഇറാന് നിൽക്കാൻ സാധിക്കില്ല. അതൊരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ്. നിങ്ങളെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, അതാണ് അർത്ഥം. അപ്പോൾ അതിനൊരു പ്രതികരണം തീർച്ചയായിട്ടും ഉണ്ടാകാതെ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ട് തന്നെയാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മുൻകൂട്ടി നിശ്ചയിച്ച് ഞങ്ങൾ അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്യുന്ന സമയവും സാഹചര്യവും എല്ലാം അമേരിക്ക മുൻകൂട്ടി തന്നെ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ആ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരോട് യാത്ര ചെയ്യേണ്ട എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഈ രൂപത്തിൽ ഒരു രഹസ്യമായ ഒരു ആക്രമണമൊന്നും ആയിരുന്നില്ല.
പക്ഷേ വലിയൊരു എഫക്റ്റൊന്നും ആ ആക്രമണം കൊണ്ട് ഉണ്ടായിട്ടില്ല. കാരണം അവരുടെ നെഗവ് മേഖലയിലുള്ള ഒരു വ്യോമതാവളത്തിൽ മാത്രമാണ് ചെറിയ കേടുപാടുകൾ ഉണ്ടായത്. ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റത് ഒഴിച്ചാൽ ബാക്കി ഒരു മിലിറ്ററി പോയിന്റ് ഓഫ് വ്യൂവിൽ ആ സ്ട്രൈക്ക് കൊണ്ട് ഇസ്രായേലിൻ്റെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറിനെയോ ഇസ്രായേലി സൈനികരെയോ ഏതെങ്കിലും തരത്തിൽ അത് ബാധിച്ചിട്ടില്ല. പക്ഷേ അത് സിംബോളിക്കലി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അകലെ കിടക്കുന്ന ഒരു രാജ്യമാണെങ്കിലും ഞങ്ങൾ നേരിട്ട് ആക്രമിക്കും, ഞങ്ങളുടെ താല്പര്യങ്ങൾ ഹനിച്ചാൽ എന്ന ഒരു സന്ദേശം കൊടുക്കാൻ ഇറാന് കഴിഞ്ഞു. ആ അർത്ഥത്തിൽ ഉള്ള ഒരു സിംബോളിക് വാല്യൂ ഈ അറ്റാക്കിനുണ്ട്. ഞാനിത് പറയുമ്പോഴേ ഇപ്പോൾ ഇതിൻ്റെ ഒരു റിയാക്ഷൻ സൈഡ് നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അവർ ഇപ്പോൾ സിറിയയിലെ ഇറാൻ്റെ കോൺസുലേറ്റ് ആക്രമിക്കുന്നതിൻ്റെ താല്പര്യം ഈ പറയുന്ന നേരത്തെ വിവരിച്ച ഇപ്പോൾ സിറിയ ഏത് വിധത്തിലാണ് ഇറാനുമായിട്ട് യോജിച്ച് നിൽക്കുന്നത്, അവർ ഏത് വിധത്തിലാണ് ഫലസ്തീൻ ഇഷ്യൂവിൽ ഇടപെടുന്നത്, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സിറിയയിലെ ഇറാൻ്റെ ഓപ്പറേഷൻസിന് നേതൃത്വം കൊടുക്കുന്ന സീനിയർ കമാൻഡറെയാണ് അവർ ലക്ഷ്യമിട്ടതും. അപ്പോൾ അതിൻ്റെ റിട്ടാലിയേഷനാണ് ഈ ആക്രമണം നേർക്കുനേർ നോക്കിയാൽ. അപ്പോൾ ഇത്ര രൂക്ഷമായൊരു ആക്രമണം ഇറാനിൽ നിന്ന് ഇസ്രായേലിന് നേർക്ക് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഇറാൻ ഇത്രയും രൂക്ഷമായൊരു ആക്രമണം നടത്തുന്നത്. ആക്രമണത്തിൻ്റെ ഫലം ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ തോതിലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നാൽ പോലും ആ ആക്രമണത്തോട് വളരെ കോഷ്യസ് ആയിട്ടുള്ളൊരു റിയാക്ഷനാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇതിനെ അഗ്രഷനായി ചിത്രീകരിക്കുന്ന അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഞങ്ങൾ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരടി മുമ്പോട്ട് വെക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ തടയാനാണ് ശ്രമിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു ഇതിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് വളരെ കൺട്രോൾഡാണ്. മാത്രമല്ല ഇത് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു നാടകം പോലെയാണ് പലപ്പോഴും നമുക്ക് തോന്നുന്നത്. കാരണം ഇറാൻ തിരിച്ചടിക്കും എന്നുള്ളത് അമേരിക്കയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ആ വിവരം അമേരിക്ക അടക്കം അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഈ അറ്റാക്ക് ഉണ്ടാകുന്നത്. അപ്പം ഒരു സിംബോളിക് അറ്റാക്ക് എന്നതിനപ്പുറത്തേക്ക് ഇറാനും ഉദ്ദേശിക്കുന്നില്ല. ദ മാറ്റർ ക്യാൻ ബി ഡീംഡ് കൺക്ലൂഡഡ് എന്നാണ് ഇറാൻ്റെ റെസ്പോൺസ്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായി, അതിന് ഞങ്ങൾ തിരിച്ചടി നൽകി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം കഴിഞ്ഞു. ഇനി ഇസ്രായേൽ തുടർ നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാൾ രൂക്ഷമായ പ്രതികരണം ഞങ്ങൾ നടത്തും എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിലെ ലക്ഷ്യങ്ങളെ, സൈനിക ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് എന്ന് ഇറാൻ വളരെ വ്യക്തമായി തെളിയിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം ഇസ്രായേൽ ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ അതായിരിക്കില്ല. ഇറാൻ നേരിട്ട് യുദ്ധമുഖത്ത് വരിക എന്നത് തന്നെയാണ് ഇസ്രായേലിൻ്റെ താല്പര്യം. ഈ ഗസ യുദ്ധം വളരെ കൊട്ടിഘോഷിക്കപ്പെട്ട ഗസ യുദ്ധമാണ്. അതിൽ ധാരാളം സിവിലിയൻസ് ഈയാമ്പാറ്റകളെ പോലെ മരിച്ചു വീണതിനപ്പുറം ഏത് മിലിറ്ററി ലക്ഷ്യമാണ്, എന്ത് ലക്ഷ്യമാണ് ഇസ്രായേൽ നേടിയത്? അത് കെട്ടിടങ്ങൾ മുഴുവനും തകർത്തതിനപ്പുറത്തേക്ക് ഹോസ്റ്റേജസ് 250ഓളം ഹോസ്റ്റേജസ് ഉണ്ട്. ഇപ്പോഴും 150ഓളം അവരുടെ കസ്റ്റഡിയിലാണ്. ഒരാളെപ്പോലും സൈനിക നടപടിയിലൂടെ മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. കുറച്ച് ആളുകളെ വിട്ടയച്ചത് അത് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെയാണ്. അതോടൊപ്പം 24 ബറ്റാലിയനാണ്. ഇത് IDF പുറത്തുവിട്ട കണക്ക് പ്രകാരം ഹമാസിൻ്റെ പോരാട്ട ദളം 24 ബറ്റാലിയനുണ്ട്. അതിൽ 18 ബറ്റാലിയനെയും ഞങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞു. ബാക്കി 6 ബറ്റാലിയനുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന റഫ മേഖലയിലാണ്. റഫയിലേക്ക് ഞങ്ങൾ ആക്രമണം നടത്തും, അവിടെ ഗ്രൗണ്ട് അറ്റാക്ക് ചെയ്യും. എന്നിട്ട് ഈ 6 ബറ്റാലിയനെ കൂടി ഞങ്ങൾ നിർവീര്യമാക്കും. അപ്പോൾ റഫ അറ്റാക്ക് നടത്താതെ ഇനി ഇസ്രായേലിന് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇപ്പോൾ നമുക്ക് ലഭ്യമായ കണക്ക് പ്രകാരം 11 ലക്ഷം മുതൽ 14 ലക്ഷം വരെ എന്നുള്ള കണക്കുകളാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ ഒരുപക്ഷെ ഏറ്റവും ചുരുങ്ങിയത് 11 ലക്ഷം ആളുകളെങ്കിലും ഈ റഫ നഗരത്തിനും അതിന് ചുറ്റുവട്ടത്തുമായിട്ട് ടെൻറ്റുകളിൽ തമ്പടിച്ച അഭയാർത്ഥികളായി കിടക്കുകയാണ്. അവിടേക്ക് ഒരു കരസൈന്യം ഒരു നീക്കം നടത്തിയാലുണ്ടാവുന്ന മനുഷ്യ ദുരന്തം നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങളെല്ലാം റഫയിലേക്ക് ഇസ്രായേൽ ഒരു സൈനിക ആക്രമണം നടത്തുന്നതിനെതിരാണ്. അമേരിക്ക യുണൈറ്റഡ് നേഷൻസിൻ്റെ സുരക്ഷാ സമിതി പ്രമേയത്തിൽ നിന്ന് അബ്സ്റ്റെയിൻ ചെയ്യാനുള്ള കാരണം പോലും അതാണ്. അമേരിക്ക ജോ ബൈഡൻ തന്നെ അത് വളരെ കൃത്യമായി സൂചിപ്പിച്ചു. ഇസ്രായേലിനെതിരായിട്ട് ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ഉണ്ടായാൽ, ഇസ്രായേലിനെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ ഇസ്രായേലിനെ ഞങ്ങൾ സംരക്ഷിക്കും. അതിനർത്ഥം നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല എന്ന് ജോ ബൈഡൻ വളരെ കൃത്യമായി പറയുന്ന സാഹചര്യം അതാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനോസൈഡിനെതിരായിട്ട് ആഗോള അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന അഭിപ്രായ രൂപീകരണത്തെ മറികടക്കാൻ അമേരിക്കയ്ക്ക് പോലും കഴിയുന്നില്ല. മാത്രവുമല്ല അവിടെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്.
ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അമേരിക്കയിലെ പൊതുജനാഭിപ്രായത്തെ മാനിക്കാതിരിക്കാൻ ജോ ബൈഡന് സാധിക്കില്ല. ഇസ്രായേലിനോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ ഈ സിവിലിയൻസ് നിരന്തരമായി ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെടുന്നതിനെ അമേരിക്കയിലെ ഒരു പൊളിറ്റിക്കൽ ഫോർമേഷനും അംഗീകരിക്കുന്നില്ല. ട്രംപിനെ പോലുള്ള ആളുകളൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഗ്രാസ് റൂട്ട് ലെവലിൽ അവർക്ക് അങ്ങനെ ഒരു പോളിസി ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അത് അമേരിക്കയുടെ നിലപാടിന്, അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഗ്ലോബൽ, ഒരു ലോക പോലീസ്, ആഗോള ശക്തി, സൂപ്പർ പവർ എന്നുള്ള ഒരു സങ്കല്പത്തിന് വിരുദ്ധമാണ്. കാരണം ആ ഒരു ഇമേജ് തകർക്കാൻ അവരാഗ്രഹിക്കുന്നില്ല. ഇന്ത്യ പോലും വളരെ ശക്തമായി സൂചിപ്പിച്ച ഒരു കാര്യം, സിവിലിയൻ കാഷ്വാലിറ്റീസ് ഞങ്ങളുടെ കൺസേൺ ആണ്, അത് ഒഴിവാക്കണം എന്നുള്ള നിലപാടെടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ യുദ്ധം ഒരു സ്റ്റാൻഡ് സ്റ്റില്ലായി. ഇനി ഒരു ഇഞ്ച് അത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇനി അത് മുന്നോട്ട് പോകണമെങ്കിൽ റഫയിലേക്ക് സൈനിക നീക്കം നടത്തണം. റഫയിലേക്ക് സൈനിക നീക്കം നടത്തണമെങ്കിൽ ഇന്ന് ഇസ്രായേൽ സൈനികമായി ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. മറ്റ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ടെങ്കിലും നേരിട്ട് അമേരിക്കയോ അല്ലെങ്കിൽ നാറ്റോ സഖ്യമോ ഇസ്രായേലിനെ സഹായിക്കുന്ന ഒരു സാഹചര്യമില്ല. ഇസ്രായേൽ അതിൻ്റെ യുദ്ധം സ്വന്തം നിലയ്ക്ക് നടത്തുകയാണ്. അതിനിടയ്ക്ക് അവർക്ക് ആഭ്യന്തരമായ പ്രതിസന്ധിയുണ്ട്. നെതന്യാഹുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവിടെ ജനരോഷം ശക്തിപ്പെട്ടു നിൽക്കുന്നു. ഈ പ്രക്ഷോഭം നടക്കുന്നു. അതെ, പ്രക്ഷോഭം നടക്കുന്നു. ബന്ദികളെ വിട്ടുകിട്ടാത്തതിനെതിരായിട്ട് വലിയ രീതിയിലുള്ള ജനരോഷം അവിടെ ഉയർന്നു വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രതിസന്ധിയിൽ ഇസ്രായേൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ജോർദാനിൽ ഉണ്ടായിട്ടുള്ള അവിടെ T-22 എന്ന് പറഞ്ഞ അമേരിക്കയുടെ ഒരു നാവിക ഒരു സൈനിക താവളമുണ്ട്. സൈനിക താവളം എന്നല്ല അമേരിക്ക പറയുന്നത്, അതൊരു ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകുന്ന ലോജിസ്റ്റിക് കൺട്രോൾ സെൻറ്റർ എന്നൊക്കെയാണ് അമേരിക്ക പറയുന്നത്. എന്തായാലും അവരുടെ സൈനികമായ നീക്കങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രമാണ്. അവിടേക്ക് ഹിസ്ബുള്ള ഇവിടെ നേതൃത്വത്തിലാണ് ഒരു അറ്റാക്ക് നടന്നതെന്നാണ് കരുതുന്നത്. ഇതൊന്നും നമുക്ക് കൃത്യമായി തെളിവുകളൊന്നും ലഭ്യമാകാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണല്ലോ. ഏതായാലും 3 അമേരിക്കൻ സൈനികർക്ക് ജീവൻ നഷ്ടമായി. അപ്പോൾ അതും കൂടെ കഴിഞ്ഞപ്പോഴാണ് വളരെ പെട്ടെന്ന് ഈ ഡമാസ്കസ് കോൺസുലേറ്റ് അറ്റാക്ക് ഇസ്രായേൽ നടത്തുന്നത്. അതിന് പിന്നിൽ ഉള്ള ഒരു താല്പര്യം എനിക്ക് തോന്നുന്നത് അമേരിക്കയെ കൂടി ഈ യുദ്ധമുഖത്തേക്ക് അണിനിരത്തുക. ഈ ഹമാസിൻ്റെ അക്രമം ഉണ്ടായതിനെ തുടർന്ന് ഒരാഴ്ചയോളം ആഗോള വ്യാപകമായി ഇസ്രായേലിന് അനുകൂലമായ വലിയ അഭിപ്രായ രൂപീകരണം ഉണ്ടായിരുന്നു. സമാനമായ രൂപത്തിൽ ഇറാനെ ഈ കോൺഫ്ലിക്റ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ, ഇറാൻ ഏതെങ്കിലും തരത്തിലൊരു അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ മറപിടിച്ചുകൊണ്ട് ഒരു അഭിപ്രായ രൂപീകരണം രൂപപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ ഒരുപക്ഷെ അമേരിക്കയുടെ സൈനികമായ ഒരു പിന്തുണയോട് കൂടി മാത്രമേ ഇനി ഇസ്രായേലിന് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള നിലയ്ക്ക് അത് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിനൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. എന്തായാലും പക്ഷേ അത് കുറച്ചുകൂടെ പ്രൊട്രാക്ടർ ആക്കുക, അതിൻ്റെ ഭാഗത്തേക്ക് ഇസ്രായേലിൻ്റെ പക്ഷത്തേക്ക് ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന വിധത്തിൽ അമേരിക്കയോ അല്ലെങ്കിൽ മറ്റ് സഖ്യ രാജ്യങ്ങളോ ഒക്കെ ഉണ്ടാവുക. അതുവഴി ഇപ്പോൾ എന്താണോ ഗസയിൽ നേരത്തെ പ്രഖ്യാപിച്ചത്, ഇതൊരു മരുഭൂമിയാക്കും എന്ന് പ്രഖ്യാപിച്ചത്, ആ പ്രഖ്യാപന ലക്ഷ്യത്തിലേക്ക് പോവുകയും അതിനെ പിന്തുണയ്ക്കുന്ന മറ്റു രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി, അതാണോ തന്നെയാവും? ആ രൂപത്തിലാണ് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, അവിടെ ഇന്ന് ഇസ്രായേൽ വിരുദ്ധ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന ഇറാനാണ്. യഥാർത്ഥത്തിൽ ഇറാൻ നൽകുന്ന സൈനിക പിന്തുണയും തന്ത്രപരമായ പിന്തുണയുമാണ് ഇന്ന് ഫലസ്തീനിയൻ വിമോചന പോരാട്ടത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇറാനെ ന്യൂട്രലൈസ് ചെയ്യുക, ഇറാനെ തകർക്കാതെ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെതിരായിട്ട് ഗസയിലും അതുപോലെ വെസ്റ്റ് ബാങ്കിൽ നിന്നും അല്ലെങ്കിൽ ഹിസ്ബുള്ള പോലെയുള്ള സംഘങ്ങളുടെയും പ്രതിരോധത്തെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല. അതിൽ തുടക്കത്തിൽ ഷിയ സുന്നി സംഘർഷത്തിൻ്റെയൊക്കെ ഒരു സാഹചര്യം, ആ വിഭജനത്തെയൊക്കെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ അവർക്ക് സാധിച്ചുവെങ്കിലും ലക്ഷണമൊത്ത സുന്നി മിലീഷ്യയായിട്ടുള്ള ഹമാസും ഷിയ മിലീഷ്യയായിട്ടുള്ള ഹിസ്ബുള്ളയും പരസ്പരം സഹകരിക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രവുമല്ല ഷിയ മിലീഷ്യയാണ്, പക്ഷേ ആരബ്സാണ് അവർ, ഹുത്തികൾ. ബദ്രുദ്ദീൻ അൽ ഹൗത്തിയുടെ നേതൃത്വത്തിലുള്ള സൈന്യം ഒക്ടോബർ 15 തന്നെ അവർ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചെങ്കടലിൽ ആക്രമണം ആരംഭിച്ചു. അതൊരു ചെങ്കടൽ ക്രൈസിസായി മാറി. റെഡ് സീ ക്രൈസിസ് ഈസ് എ റിയാലിറ്റി. അവിടെ 15ഓളം കപ്പലുകൾ അവർ പല സന്ദർഭങ്ങളിൽ പിടിച്ചെടുക്കുകയും ആക്രമിക്കുകയും ചെയ്തു. ഒരു UK ഫ്ലാഗ് ചെയ്ത കപ്പൽ മുക്കിക്കളഞ്ഞു. ഇപ്പോൾ തന്നെ ഇസ്രായേലിലെ ഒരു കപ്പൽ അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് റെഡ് സീ ഈസ് നോട്ട് എ സേഫ് സോൺ നൗ. അവിടേക്ക് മാത്രമല്ല, കഴിഞ്ഞ ഫെബ്രുവരിയിൽ അമേരിക്കയും UK സംയുക്തമായിട്ട് ഹൂത്തികളുടെ കേന്ദ്രങ്ങളിലേക്ക് അറ്റാക്ക് നടത്തുന്ന സാഹചര്യമുണ്ടായി.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെങ്കടലിനോട് ചേർന്ന് കിടക്കുന്ന യമൻ്റെ ഭാഗങ്ങൾ ഈ ഹൂത്തി മിലീഷ്യയുടെ നിയന്ത്രണത്തിലാണ്. അവിടെ നിന്നുകൊണ്ട് അവർ ഹമാസിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അവർക്കും സൈനികമായ പിന്തുണയും സ്ട്രാറ്റജിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാരാ? ഇറാനാണ്. ഇപ്പോഴും ഹൂത്തികളുടെ കൂടെ ഒരു സഹായത്തോടു കൂടിയാണ് ഇറാനിൽ ഇസ്രായേലിൻ്റെ കപ്പൽ, ഇസ്രായേലിലെ ശതകോടീശ്വരൻ്റെ കപ്പൽ അവർ പിടിച്ചെടുത്തിട്ടുള്ളത്. അതിൽ 17 ഇന്ത്യക്കാരുണ്ട്. മലയാളികളായിട്ടുള്ള പാലക്കാട്ടുകാരൻ സുമേഷും അതുപോലെ കോഴിക്കോട്ടുകാരൻ ശബരിയും ഒക്കെ അതിൽ ജീവനക്കാരായിട്ടുണ്ട്. 3 മലയാളികളുണ്ട്. അപ്പം ഇന്ത്യ നേരിട്ട് അക്കാര്യത്തിൽ ഇറാനുമായിട്ട് ഇടപെടുകയും അവരെ സേഫായി തിരിച്ചെത്തിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് വിജയിക്കും. കാരണം ഇന്ത്യക്ക് വലിയ ക്ലൗട്ടുണ്ട് അവിടെ. അപ്പം ആ ഭാഗത്ത് ഹൂത്തികൾ ആ നിലയ്ക്ക് ശക്തമായി നിൽക്കുകയാണ്. അപ്പോൾ ഇവരെയെല്ലാം നിയന്ത്രിക്കുന്ന ശക്തി യഥാർത്ഥത്തിൽ ഇറാനാണ്. അപ്പോൾ ഇറാനെ ന്യൂട്രലൈസ് ചെയ്യാതെ യഥാർത്ഥത്തിൽ ജനിൻ ബ്രിഗേഡിനെയോ അല്ലെങ്കിൽ ഹിസ്ബുള്ള, ഹമാസ്, ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് തുടങ്ങിയിട്ടുള്ള മിലീഷ്യകൾ, തുടങ്ങിയിട്ടുള്ള സായുധ സംഘങ്ങൾ, അവരിൽ നിന്നുള്ള നിരന്തരമായ ആക്രമണത്തെ ഇല്ലാതാക്കാൻ. പക്ഷേ ഇറാനെ ന്യൂട്രലൈസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ സാധ്യമാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് ഇപ്പോൾ ഇറാനുമേലുള്ള ഉപരോധം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഏർപ്പെടുത്തിയിട്ട് കുറേ കാലമായി. ഇറാൻ്റെ ന്യൂക്ലിയർ വെപ്പൺ പ്രോഗ്രാം, അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവച്ചത്, ആ കേന്ദ്രം ആക്രമിക്കപ്പെട്ടത്, ദീർഘകാലത്തെ ഉപരോധം, ഇതൊക്കെ അതിജീവിച്ചിട്ടും ഇറാൻ വളരെ സ്ട്രോങ് ആയി ഇതിൻ്റെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ഇറാനെ ന്യൂട്രലൈസ് ചെയ്യുക എന്ന് പറയുന്നത് എത്രത്തോളം സാധ്യമായൊരു ലക്ഷ്യമാണ്. അതുപോലെ ഇപ്പോൾ റഷ്യ, ചൈന, ഇത്തരം രാജ്യങ്ങൾ എന്ത് നിലപാടായിരിക്കും ഈ ഒരു കോൺഫ്രണ്ടേഷനിൽ എടുക്കുക എന്നുള്ളത്, ഇതൊക്കെ ഒരു വലിയ ഗ്ലോബൽ കോൺഫ്ലിക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയില്ലേ? അതെ, തീർച്ചയായിട്ടും അതെ. കാരണം ഇറാൻ എന്ന് പറയുന്നത് അതിൻ്റെ തന്ത്രപരമായ സ്ഥാനമാണ് ഏറ്റവും പ്രധാനം. ഇപ്പം നമ്മൾ വളരെ ബിസി ട്രാഫിക്കുള്ള ഒരു ജംഗ്ഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു കഴുത കയറി എന്നാലെന്താ മതി, ട്രാഫിക് മുഴുവൻ ബ്ലോക്കാവും. നിൽക്കുന്നത് കഴുതയാണ് എന്നുള്ളതല്ല പ്രധാനം, അത് നിൽക്കുന്ന സ്ഥാനമാണ് പ്രധാനം. അപ്പോൾ ഇറാൻ്റെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ തന്നെ അതിന് വലിയ ലിവറേജ് നൽകുന്ന ഘടകമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരക്ക് നീക്കത്തിൻ്റെയും എണ്ണ വ്യാപാരത്തിൻ്റെയും കേന്ദ്രമാണ് പേർഷ്യൻ ഗൾഫ്. പേർഷ്യൻ ഗൾഫിൽ നിർണായകമായ സ്വാധീനം അവർക്കുണ്ട്. ചെങ്കടലിൽ ഹൂത്തികൾ ഉപയോഗിച്ചും അല്ലാതെയും തന്നെ ഇറാന് നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ ഇറാൻ വലിയൊരു രാജ്യമാണ്. അത് ഒരു പരിധിവരെ ഇൻറ്റേർണലി ഇൻ്റഗ്രേറ്റഡ് ആണ്. അവർക്ക് വളരെ ശക്തമായ ഒരു സൈന്യമുണ്ട്, ശക്തരായ പിന്തുണക്കാരുമുണ്ട്. അവിടെയാണ് സൂപ്പർ പവർ ഇടപെടൽ വളരെ പ്രധാനമാകുന്നത്. അപ്പോൾ റഷ്യ വളരെ അടുത്ത ബന്ധം ഇറാനുമായിട്ടുണ്ട്. റഷ്യയുടെ രണ്ടാമത്തെ താല്പര്യത്തിൻ്റെ കേന്ദ്രം ഇറാനാണ്. അവർക്ക് ആദ്യം ആ മേഖലയിൽ അവരുടെ സഖ്യശക്തി സിറിയയാണ്. കാരണം സിറിയയിലെ ബാഷർ അൽ അസദിൻ്റെ റഷീമിനെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ റഷ്യ തയ്യാറാണ്. കഴിഞ്ഞ തവണ അവർ കാർപ്പറ്റ് ബോംബിംഗ് അടക്കം നടത്തി. അതുകൊണ്ടാണ് ഫ്രീ സിറിയ ആർമിക്കൊന്നും അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാത്തത്. ഇപ്പോൾ റഷ്യയുടെ നേരിട്ടുള്ള സൈനിക പുട്ടിൻ്റെ ശക്തമായ സൈനിക ഇടപെടൽ കൊണ്ട് മാത്രമാണ് ബാഷർ അൽ അസദിൻ്റെ ഭരണകൂടം ഇന്ന് സിറിയയിൽ നിൽക്കുന്നത്. അപ്പം സിറിയ, ഇറാൻ, റഷ്യ അച്ചുതണ്ട് ഒരു യാഥാർത്ഥ്യമാണ്. മാത്രവുമല്ല ഇപ്പോൾ ഉക്രൈനിൽ തന്നെ പലപ്പോഴും റഷ്യ ഉപയോഗിക്കുന്ന ഡ്രോണുകൾ ഇറാൻ നിർമ്മിതമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ബന്ധം അവിടെയുണ്ട്. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ശക്തിയാണ് ചൈന. ചൈനയും ഇറാനുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഇന്ത്യയും ഇറാനുമായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളൊന്നും തന്നെ ഇറാനെതിരായിട്ടൊരു നിലപാട് സ്വീകരിക്കില്ല. ഇപ്പോൾ അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ള ഈ വലിയ ഉപരോധത്തിലൊന്നും പങ്കെടുക്കുന്നില്ല ഈ രാജ്യങ്ങൾ. അതിൽ ചൈനയില്ല, റഷ്യയില്ല, ഇന്ത്യ ആകട്ടെ അമേരിക്ക പറയുന്നിടത്തല്ല, നമ്മുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഇടപാടാണ്. അപ്പോൾ അതുകൊണ്ട് ഇറാനെതിരായിട്ടുള്ള ഉപരോധം വിജയിക്കാത്തതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഇത്തരം ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് അമേരിക്കയോ പാശ്ചാത്യ ബ്ലോക്കോ ഇറാന് മേലെ ചുമത്തുന്ന ഈ കഠിനമായ ഉപരോധത്തെ അതിജീവിക്കാൻ അവർക്ക് കഴിയുന്നത് റഷ്യയുടെ പിന്തുണയുണ്ട്, ചൈനയുടെ പിന്തുണയുണ്ട്, ഷിയ സഖ്യത്തിൻ്റെ പിന്തുണയുണ്ട്, ഇന്ത്യയെപ്പോലെയുള്ള രാജ്യങ്ങളുടെ മാനസികമായ ഇറാൻ വിരുദ്ധതയില്ലാത്ത സമീപനമുണ്ട്. ഈ ഘടകങ്ങളെല്ലാം ചേർന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇറാനെ നേരിട്ട് ആക്രമിക്കാത്തത് അതുകൊണ്ടാണല്ലോ. മാത്രമല്ല അവരുടെ ന്യൂക്ലിയർ ശേഷിയൊക്കെ ഒരു പരിധിവരെയൊക്കെ അവർക്കുണ്ടാകും. ബോംബുണ്ടാക്കാനുള്ള ശേഷിയൊന്നും ഇല്ലെങ്കിലും 1950കളിൽ തന്നെ ഇറാൻ അതിൻ്റെ ഈ ന്യൂക്ലിയർ പ്രൊജക്റ്റ് അമേരിക്കയുടെ സഹായത്തോടു കൂടി, അന്ന് റേസ ഖാൻ പഹ്ലവിയുടെ സർക്കാരുള്ള കാലമാണ്, അന്ന് ആരംഭിച്ചാണ്. ഇപ്പോൾ തന്നെ അവിടെ ബുഷ്കർ 1, ബുഷ്കർ 2 ന്യൂക്ലിയർ പ്ലാന്റുകളിൽ അവർക്ക് ഈ യുറാനിയം സമ്പുഷ്ടീകരണത്തിനുള്ള ശേഷി അവർ കൈവരിച്ചിട്ടുണ്ട്.
2015 ഏകപക്ഷീയമായി I-5 P5+1 കരാറിൽ നിന്ന് അമേരിക്ക അങ്ങ് പിൻവാങ്ങിയതോടുകൂടി അവർ വീണ്ടും ഈ യുറേനിയത്തിൻ്റെ സമ്പുഷ്ടീകരണം ആരംഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവർക്ക് ടെക്നോളജിയുമുണ്ട്, വളരെ ശക്തമായ ഒരു സൈന്യമുണ്ട്, എണ്ണ ധാരാളമുണ്ട്, സമ്പദ് വ്യവസ്ഥയുണ്ട്, തന്ത്രപരമായ സ്ഥാനത്താണ് അവർ നിൽക്കുന്നത്. ആ മേഖലയിൽ ഷിയ സഖ്യത്തിന് അവർ നേതൃത്വം നൽകുകയാണ്. ഈ ഇറാഖ്, സിറിയ, ഹിസ്ബുൾ ഒക്കെ ആയിട്ട് അവർക്ക് ആ മേഖലയിൽ വലിയ സാന്നിധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇറാനെ ആ രൂപത്തിൽ സൈനികമായി ആക്രമിച്ച് നശിപ്പിക്കുക എന്നുള്ളത് സാധ്യമല്ല. അതേസമയം ഈ യുദ്ധരംഗത്തേക്ക് അമേരിക്ക നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ സ്ഥിതി മാറും. ഒരുപക്ഷെ ഇസ്രായേൽ ആഗ്രഹിക്കുന്നു അതായിരിക്കും. എന്നാൽ ആ മേഖലയിൽ അമേരിക്കയ്ക്കാണെങ്കിൽ 7 സൈനിക താവളങ്ങൾ, വലിയ സൈനിക താവളങ്ങൾ തന്നെ അവിടെയുണ്ട്. അവരുടെ തന്നെ ഏറ്റവും വലിയ വ്യോമതാവളങ്ങളിൽ ഒന്നാണ് ഖത്തറിലുള്ളത്. വലിയ സൈനിക താവളമാണത്. അതുപോലെ പ്രിൻസ് സുലൈമാൻ എയർബേസ് സൗദി അറേബ്യയിൽ, ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളെല്ലാം അവർക്ക് സൈനിക താവളങ്ങളുണ്ട്. ജോർദാൻ ഇറാഖ് അതിർത്തിയിൽ ഇറാഖിൽ ഇപ്പോഴും ഒരു സൈനിക താവളമുണ്ട്. 2500ഓളം അമേരിക്കൻ സൈനികർ ഇപ്പോഴും അവർ ഇറാനിലുണ്ട്. ഇറാഖിലുണ്ട്. ജോർദാൻ ആവട്ടെ ഇസ്രായേലിൻ്റെ ആയിട്ട് സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യമാണ് 1994. ലെബനൻ ആണെങ്കിൽ ഇസ്രായേലുമായിട്ട് കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത രാജ്യമാണ്. ഈജിപ്ത് അവരുമായിട്ട് സഖ്യത്തിലുള്ള രാജ്യമാണ്. അപ്പോൾ ഈ രാജ്യങ്ങളുടെയൊക്കെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനും അമേരിക്കയ്ക്ക് കഴിയും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട എബ്രഹാമിക് അക്കോർഡ് എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ, സൗദി അറേബ്യ, അതുപോലെ UAE, ഈജിപ്ത് ഇവരൊക്കെ തമ്മിൽ ഒരു മാനസികമായ ഐക്യപ്പെടലൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ് പവർ ഒരു ഭാഗത്ത് ഉപയോഗിച്ചുകൊണ്ടും ഇസ്രായേൽ, അമേരിക്ക ഒരു സംയുക്ത ആക്രമണം ഇറാന് മേലെ നടത്തിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഇറാൻ്റെ തകർച്ചയിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരമൊരു സാഹചര്യത്തെ ചെറുക്കാൻ റഷ്യയുടെ നേരിട്ടുള്ള സൈനിക ഇടപെടലിന് മാത്രമേ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഒരുപക്ഷെ ഇപ്പോഴുണ്ടാവില്ല എന്നവർ കരുതുന്നുണ്ടാവും. കാരണം ഉക്രൈൻ നീണ്ടുപോകുന്നത് കൊണ്ട് അവർക്ക് മറ്റൊന്നിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല അവരുടെ ചൈനീസ് ആശ്രിതത്വം വലിയ രൂപത്തിൽ വർദ്ധിക്കുകയും ചെയ്തു. അപ്പം റഷ്യക്ക് മാത്രമാണ് അത്തരമൊരു ആക്രമണത്തെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്ന ഒരു വീറ്റോ പുറപ്പെടുവിക്കാൻ ശക്തിയുള്ള ഒരു രാജ്യം. ഒരുപക്ഷെ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം അമേരിക്കയെ നേരിട്ട് ഈ യുദ്ധമുഖത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ കൂടെ ഭാഗമായിട്ടായിരിക്കാം ഈ സിറിയയിലെ ആക്രമണം എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ എന്തായാലും ഇന്നത്തെ നിലയ്ക്ക് ഒരു സിംബോളിക് ആക്രമണത്തോടു കൂടി ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം അവസാനിച്ചിരിക്കുന്നു. തുടർ ചലനങ്ങൾ ഇതിലുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇതിൽ പോസിറ്റീവായി ഞാൻ കാണുന്ന ഒരു ഘടകം, ഇനി ഇസ്രായേലിന് ഒരു റഫ ഇൻവേഷൻ നടത്താൻ പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അവർക്കൊരു ബഫർ സോൺ സൃഷ്ടിക്കാൻ പറ്റിയേക്കാം. ഗസയ്ക്കും ഇസ്രായേലിൻ്റെ അതിർത്തിക്കും ഇടയിൽ കുറേ പ്രദേശങ്ങൾ ഒരു ബഫറായി ഇട്ട്, അവിടെ ബിൽഡിങ്ങുകളൊന്നുമില്ല, സെറ്റിൽമെൻ്റ് ഇല്ലാതെ തരിശായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കും. പ്രത്യേകിച്ച് നോർത്തേൺ ഗസ, സെൻട്രൽ ഗാസ മേഖലയിൽ റഫ മേഖല അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരു പക്ഷേ ഈ യുദ്ധം അവസാനിക്കാനുള്ള ഒരു സാധ്യതയിലേക്കാണ് നീങ്ങുന്നത്. കാരണം ഇനിയൊരു റഫ ഇൻവേഷൻ ഇസ്രായേലിന് നടത്താൻ പറ്റുന്ന ഒരു ആഗോള സാഹചര്യം ഇപ്പോഴില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, അത് തന്നെയാണ് അതിനകത്ത്. ഇപ്പോൾ ഈ ഇറാനെ ഡയറക്റ്റായി ഇതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭ വലിയ തോതിൽ ആശങ്ക രേഖപ്പെടുത്തുന്നു. ഇതൊരു കോൺഫ്ലിക്റ്റിലേക്ക് പോകരുത് എന്നാവശ്യപ്പെടുന്നു. അഗ്രഷനാണ് എന്ന് നേരത്തെ പറഞ്ഞ പോലെ പറയുന്ന രാജ്യങ്ങളൊക്കെ തന്നെയും ഒരു കരുതലോടുകൂടി ഇതിനകത്തേക്ക് ഇടപെടുന്നു. സ്വാഭാവികമായിട്ടും വരാൻ പോകുന്നൊരു ഇമ്മീഡിയറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ ഗസയ്ക്ക് മേലുള്ള ഇസ്രായേലിൻ്റെ ഈ നരമേധം, ഈ അധിനിവേശം, ഈ വംശഹത്യാശ്രമം അത് ഉടനടി അവസാനിപ്പിച്ചുകൊണ്ടൊരു ടെൻഷൻ കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു ആവശ്യത്തിലേക്ക് ലോകമൊന്നാകെ ഒരുപക്ഷെ നീങ്ങാനുള്ളൊരു സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ആ ദിശയിലേക്കാണ് പോകുന്നത്. ഇനിയും ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇസ്രായേലിൽ പൂർണ്ണമായും ഒറ്റപ്പെടും. ഇസ്രായേൽ ഒറ്റപ്പെടുന്നത് മാത്രമല്ല, റഫയിലേക്ക് നടത്തുന്ന ഒരു സൈനിക നടപടി അത് ആയിരക്കണക്കിന് മനുഷ്യർ, ഈ ടെൻറ്റിൽ താമസിക്കുന്ന മനുഷ്യരാണ് അവിടെയുള്ളത്. അവിടേക്ക് ഒരു കരസൈന്യം, ടാങ്കുകളും കവചിത വാഹനങ്ങളുമായിട്ട് ഒരു സൈന്യം അങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തം നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പം അത് ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെ കരുതാം. അമേരിക്കയാണല്ലോ ഇതിൽ തീരുമാനമെടുക്കുന്ന ശക്തി. അത് അത്തരമൊരു ഡിസിഷൻ എടുക്കാൻ ഇന്നത്തെ നിലയ്ക്ക് തെരഞ്ഞെടുപ്പിൻ്റെ വർഷമാണ്. പക്ഷെ അത് പറയുമ്പോഴേ സാധിക്കില്ല.
ഭക്ഷണം വിതരണം ചെയ്യാൻ വരുന്ന ആളുകൾ, അതായത് ഈ ടെൻറ്റിലൊക്കെ താമസിക്കുന്ന, അല്ലെങ്കിൽ വീടും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായിട്ട് തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ വരുന്ന ആളുകൾ, ഹോസ്പിറ്റലുകൾ, ഇതൊന്നും ആക്രമിക്കാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല ഇസ്രായേൽ സൈന്യം. അന്നൊന്നും ഒരു പ്രശ്നവും അല്ലെങ്കിൽ ഒരു സമ്മർദ്ദവും ഇസ്രായേലിന് മേൽ ചെലുത്താൻ ഈ രാജ്യങ്ങളൊന്നും തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇറാൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ്, ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായെന്നുണ്ടെന്ന് മാത്രം ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഇവർ തയ്യാറാകും. യഥാർത്ഥത്തിൽ സ്ഥിതിഗതികൾ മാറി വരികയാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇതുവരെ നടത്തിയിട്ടുള്ള ആക്രമണത്തിന് സമ്പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചെടുത്തെന്നാണ് സ്ഥിതിഗതികൾ മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ഈ വിഷയത്തെ കാണേണ്ടത്. അപ്പം ഈ ഗസ ഞങ്ങൾ മരുഭൂമിയാക്കും, അവിടുത്തെ മുഴുവൻ ചാരവാക്കും എന്നൊക്കെ ഇസ്രായേൽ പറഞ്ഞപ്പോൾ യെസ് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ എന്നുള്ള മൗനാനുവാദം കൊടുത്ത രാജ്യങ്ങൾ ഇന്ന് ആ നിലപാടിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഞാനതിനെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യം. അതോടൊപ്പം ഇപ്പോൾ റഷ്യ ഈ ഇറാൻ അറ്റാക്ക് ചെയ്ത ഉടനെ തന്നെ ഇപ്പം ആഗോള അഭിപ്രായം ഇസ്രായേലിന് അനുകൂലമായിട്ട് രൂപപ്പെടുത്താനുള്ള ഇപ്പോൾ G7 രാജ്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇറ്റലി, ഇപ്പോൾ അധ്യക്ഷ പദവി ഇറ്റലിയുടെ മെലോണി തീവ്ര വലതുപക്ഷ നിലപാടെടുക്കുന്ന ഒരു പ്രധാനമന്ത്രി ആണ് അവിടെ, പ്രസിഡൻ്റാണ് അല്ലേ, പ്രസിഡൻ്റാണ് അവിടെയുള്ളത്. അവരുടനെ തന്നെ G7 ഗ്രേറ്റ് 7 കൺട്രീസിൻ്റെ യോഗം ചേരുകയും അതിനെ അപലപിക്കുകയും ചെയ്തു. ചൈനയും പക്ഷേ ഇറാന് കൊടുത്തിട്ടുള്ള ഉപദേശം നിങ്ങൾ സംയമനം പാലിക്കണം, ഇനി പ്രകോപനം ഉണ്ടാക്കരുതെന്നാണ്. റഷ്യയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഇനി കൂടുതൽ എസ്കലേഷനിലേക്ക് പോകരുത് എന്ന നിർദ്ദേശം ഇസ്രായേലിനും ഇറാനും കൊടുക്കുന്നു. അതേസമയം കൂടുതൽ ഉപരോധം ഇറാന് മേലെ ചുമത്തണം എന്നുള്ളൊക്കെയുള്ള ആവശ്യങ്ങളാണ് ഈ പാശ്ചാത്യ ലോകത്തു നിന്ന് വരുന്നത്. അത് ഓൾറെഡി ഉപരോധത്തിൻ്റെ പരമാവധി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമില്ല. അപ്പോൾ വേറൊരു അർത്ഥത്തിൽ 185 ഡ്രോണുകൾ, 146 ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടു. അതൊന്നും അത്ര വലിയ സാങ്കേതിക തികവ് ഉണ്ടായിരുന്നതൊന്നുമല്ല. അതെല്ലാം മുൻകൂട്ടി പറഞ്ഞിട്ട് തന്നെയാണ് അവർ അറ്റാക്ക് ചെയ്തത്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ശേഷിയുണ്ട്, ഞങ്ങളോട് ചെയ്തതിന് ഞങ്ങൾ ആക്രമിക്കുകയാണ്. അത് വളരെ മാന്യമായൊരു നിലപാടാണ്. കാരണം ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഇസ്രായേലി സ്പാർട്ട, ഒരു വൻശക്തി രാഷ്ട്രം ഇങ്ങനെ നിരന്തരമായി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാ അക്രമങ്ങളെയും അതുപോലെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ സാധ്യമായ ശക്തി വെച്ച് ഞങ്ങൾ തിരിച്ചടിക്കുമെന്നുള്ള മെസ്സേജിന് ഒരു വലിയ വാല്യൂ ഉണ്ടെന്ന് ഞാൻ കരുതുന്നത്. അവരുടെ പല ഡ്രോണുകളും ഇപ്പോൾ കറണ്ട് കമ്പിയിലൊക്കെ തൂങ്ങിക്കിടപ്പുണ്ട്, അതൊക്കെ ശരി. പക്ഷേ അതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അങ്ങനെ നേരിട്ട് ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറായി എന്നത് അതൊരു സൈക്കോളജിക്കൽ വാർഫെയർ തന്നെയാണ്. അത് ചെയ്തില്ല എങ്കിൽ ഒരു പക്ഷേ ഫലസ്തീൻ പ്രതിരോധത്തിൻ്റെ ആത്മവിശ്വാസം പൂർണ്ണമായി ചോർന്നു പോകുമായിരുന്നു. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ഹമാസ് അടക്കമുള്ള സംഘങ്ങൾക്ക് പോരാടാനുള്ള മാനസികമായ മുറയിൽ കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അതിപ്പം ഖാൻ യൂനിസ് മേഖലയിലും നോർത്തേൺ ഗസയിലുമൊക്കെ ഈ ഹമാസ് പോരാളികളെ പൂർണ്ണമായി തുടച്ചു നീക്കി എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവിടെ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചുകൊണ്ട് അവർ പ്രതികരണം ഉണ്ടാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇസ്രായേൽ പറയുന്നത് പോലെ വലിയ സൈനിക നേട്ടങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നതിൽ കഥയില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അതേസമയം ഈ നഷ്ടപ്പെട്ട ജീവനുകളൊക്കെ സിവിലിയന്മാരാണല്ലോ, സാധാരണ മനുഷ്യർ, കുട്ടികൾ, സ്ത്രീകൾ, നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വിധമുള്ള ദുരിതത്തിലകപ്പെട്ടു. സിവിലിയൻ ഡെത്ത് അതാണല്ലോ വലിയ കൺസേണായി മാറുന്നത് ലോകത്തിൻ്റെ. അപ്പം ഇസ്രായേൽ ഇതിനു മുമ്പും ഇത്തരം കാര്യങ്ങൾ റേച്ചൽ കോറിനെ നേരെ ടാങ്കിൽ അരച്ചു കൊന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ ഇതിനു മുമ്പും ഇത് ചെയ്തിട്ടുണ്ട്, ഇനിയും അവർ അതൊക്കെ ചെയ്യുകയും ചെയ്യും, അതിലൊന്നും തർക്കമില്ല. പക്ഷേ അതും ഒരു ഓൾ ഔട്ട് വാറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ഗസയിലേക്ക് നേരിട്ട് കരയുദ്ധം അവിടുന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അങ്ങോട്ട് കയറുക എന്ന് പറയുന്ന അത് ചെറിയ ഇമ്പാക്റ്റ് അല്ല ഉണ്ടാക്കുക. അപ്പോൾ അത് തടയണം എന്നുള്ളത് ലോകത്തിൻ്റെ ആവശ്യമായി മാറി എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുകയാണ്. ഇതിപ്പോൾ അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിച്ചു, ഇറാൻ്റെ ഒരു സ്റ്റാറ്റസ് ഈ ഒരൊറ്റ പ്രത്യാക്രമണത്തിലൂടെ, അതിന് പ്രത്യാക്രമണം എന്ന് തന്നെ നമ്മൾ പറയണമല്ലോ, ആ പ്രത്യാക്രമണത്തിൽ ഇറാൻ്റെ ഒരു സ്റ്റാറ്റസ് ഏത് നിലയിലാണ് ഈ മേഖലയിൽ മാറാൻ പോകുന്നത്? നിലവിൽ തന്നെ തന്ത്രപ്രധാന ശക്തിയാണ്. ഇസ്രായേലുമായി താരതമ്യം ചെയ്താൽ കണക്കുകളിൽ ഒരുപക്ഷെ ഇസ്രായേലിനേക്കാൾ വലിയ സൈനിക ശക്തിയാണ് ഇറാൻ. മറ്റ് അറബ് രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്താലും സൈനിക ശക്തി കൂടുതലുള്ള രാജ്യം തന്നെയാണ് ഇറാൻ. അതിനപ്പുറത്തേക്ക്
ഇറാൻ്റെ ഒരു സ്റ്റാറ്റസ് എങ്ങനെയാണ് ഈ ഒരു പ്രത്യാക്രമണത്തിലൂടെ മാറാൻ പോകുന്നത്? ഇതൊരു സിംബോളിക് ആക്റ്റായിട്ടാണ് ഞാൻ കാണുന്നത്. ഇറാൻ്റെ തിരിച്ചടി ഒരു സിംബോളിക് ആക്റ്റാണ്. അത് ഒരു മൊറൈൽ ബൂസ്റ്ററാണ്. ആ അർത്ഥത്തിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇസ്രായേൽ ഒരു രാജ്യമല്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഷിയ സഖ്യത്തെ അത് നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, ആ മേഖലയിൽ തന്നെയുള്ള റാഡിക്കൽ സുന്നി വിഭാഗങ്ങളുടെ പിന്തുണയും ആർക്കുണ്ട്? ഇറാനുണ്ട്. അപ്പോൾ ഒരേ സമയം സുന്നികളിലൊരു വിഭാഗത്തിൻ്റെയും ഷിയാക്കളിൽ ഒട്ടുമിക്ക വിഭാഗത്തിൻ്റെയും പിന്തുണ ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ. ആ നിലയ്ക്കുള്ള അതിൻ്റെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെട്ടു എന്നുള്ളതാണ് ഈ ആക്രമണം മൂലം ഇറാനുണ്ടായിട്ടുള്ള ഘടകം. മറ്റൊന്ന്, ഇന്ത്യ, ചൈന, റഷ്യ അടങ്ങുന്ന രാജ്യങ്ങൾ ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട്, അവർ ഒരു മധ്യ നിലപാടെടുത്തു എന്നുള്ളതാണ്. അത് ഉടനെ തന്നെ ഇസ്രായേലിനെ ആക്രമിച്ച ഉടനെ തന്നെ ഇറാനെ അപലപിക്കുക, ഇറാൻ ഉടനെ തന്നെ അക്രമം അവസാനിപ്പിക്കുക എന്ന് പറയുക, ഇങ്ങനെയൊരു നിലപാടല്ല ഈ രാജ്യങ്ങളെടുത്തത്. ഇപ്പോൾ പാശ്ചാത്യ ബ്ലോക്കും അമേരിക്ക പോലും ഒരു സോബർ പൊസിഷനാണ് എടുത്തത്. അപ്പോൾ അമേരിക്ക അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ മേഖലയിലെ മേജർ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് റഷ്യ, ചൈന, ഇന്ത്യയാണ്. ഈ മൂന്ന് രാജ്യങ്ങളും ഇറാൻ ആക്രമണത്തെ അപലപിക്കുക, ഇറാൻ ആക്രമിച്ച സിറിയയിലെ ഇറാനെതിരായിട്ട് നിലപാടെടുക്കുക, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ മേഖലയിൽ ഇറാൻ്റെ പൊളിറ്റിക്കൽ ക്ലൗട്ട് അത് വളരെ സ്റ്റേബിളായി ഇപ്പോൾ നിലനിൽക്കുന്നു. അത് അല്പം കൂടി ശക്തിപ്പെടുത്താനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനർത്ഥം ഇപ്പം ഇസ്രായേലിൻ്റെ സൈനിക ശേഷിക്ക് കുറവുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അമേരിക്ക പിൻവലിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഒന്നുമല്ല. അതേസമയം നിലവിലുള്ള ഏകപക്ഷീയമായ ഒരു മേൽക്കൈയുടെ സ്ഥാനത്ത് ഒരു പ്രതിരോധത്തിൻ്റെ സാധ്യത പശ്ചിമേഷ്യയിൽ തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇറാൻ്റെ ഈ അറ്റാക്ക് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. റൈറ്റ്. ഗസയിൽ തുടരുന്ന വംശഹത്യാശ്രമത്തിന് ഒരു പരിധിവരെ തടയിടാൻ ഒരുപക്ഷെ ഇറാൻ്റെ ഈ പ്രത്യാക്രമണത്തിന് സാധിച്ചേക്കും. അവിടേക്ക് ഗസയ്ക്ക് മേലുള്ള നരമേധം അവസാനിപ്പിക്കുക എന്ന ആവശ്യത്തിന് കൂടുതൽ ഊർജം പകരാൻ പാകത്തിലേക്ക്, അല്ലെങ്കിൽ ആ ആവശ്യത്തോട് ചേർന്ന് നിൽക്കാൻ പാകത്തിലേക്ക് മറ്റ് രാജ്യങ്ങളെ പ്രേരിപ്പിക്കാൻ, ഇത് വലിയൊരു സംഘർഷമായി വലുതാകാൻ ഇടയുണ്ട് എന്ന തോന്നൽ ജനിപ്പിക്കാൻ ഒക്കെ ഇറാൻ്റെ നടപടിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അധികം വൈകാതെ ഒരു വെടിനിർത്തലിലേക്ക് ഗസ വന്നേക്കാം എന്ന പ്രതീതിയും സൃഷ്ടിക്കുന്നുണ്ട്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.